ഒരു പേപ്പർ നമുക്ക് 7 തവണയിൽ കൂടുതൽ മടക്കുവാൻ സാധിക്കില്ല. പാതിയായി എന്നാണ് പൊതുവെ പറയുക. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വയം പരീക്ഷിച്ച് നോക്കാം. ഇതുപോലുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു വലിയ ന്യൂസ് പേപ്പറോ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 7 തവണയിൽ കൂടുതൽ അത് മടക്കുവാനായിട്ട് സാധിക്കില്ല. ഉദാഹരണത്തിന് ഞാൻ വളരെ തിന്നായിട്ടുള്ളൊരു പേപ്പർ എടുത്തിരിക്കുകയാണ്. കുറച്ച് വലുതാണിത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1, 2, 3, 4. ഓരോ തവണ മടക്കുമ്പോഴും ഇത് വളരെ തിക്കായിട്ട് വരും. 5, 6 ഉണ്ട്, കുറച്ച് തിക്കായി. 7 തന്നെ മടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 7, 8ാമത്തെ മടക്കാൻ ഇനി സാധിക്കില്ല, കാരണം വളരെ തിക്കാണിത്. 7 തവണ ഇത് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കിത് സ്വയം പരീക്ഷിച്ച് നോക്കാം. ഇതുപോലുള്ള വീഡിയോ ഇപ്പോൾ വാട്സപ്പിൽ വൈറലാണ്. 7 തവണയിൽ കൂടുതൽ മടക്കാനായിട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു പേപ്പർ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയിട്ട് അത് മടക്കാൻ ശ്രമിക്കുന്നു. ഒരു സാധാരണ ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പമുള്ള ഒരു ഷീറ്റ് ഉപയോഗിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അത്രയും വലിയ ഒറ്റ ഷീറ്റ് നിലവിലില്ലാത്തതുകൊണ്ട് അവർക്ക് അത് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. 3 രാവും പകലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കടലാസ് ഷീറ്റ് തയ്യാറായി. 7ാമത്തെ മടക്കിൽ പേപ്പർ അവിശ്വസനീയമാംവിധം ഭാരമുള്ളതായി മാറി. ഒരു മടക്ക് കൂടി മതിയായിരുന്നു കെട്ടുകഥ തകർക്കാൻ. അവർക്ക് 7 തവണയിൽ കൂടുതൽ അത് മടക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ നമുക്ക് 7 അല്ല 8 അല്ല 9 തവണ ഒരു പേപ്പർ മടക്കിയാലോ? അതും വലിയ പേപ്പറല്ല, വളരെ ചെറിയൊരു പേപ്പർ ഉപയോഗിച്ചിട്ട്. അതിനായിട്ട് ഞാനൊരു ഒറ്റ പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു ടിഷ്യൂ പേപ്പർ. ആദ്യം പറയട്ടെ, ഇതിൽ തട്ടിപ്പൊന്നുമില്ല, യഥാർത്ഥത്തിലുള്ള വീഡിയോ തന്നെയാണിത്. ഇത് നമുക്ക് മടക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെ 9 മടക്ക് മടക്കിയിട്ടുണ്ട് നമുക്ക്. ഇത് 9ആണിത്. 9, 8, 7, 6, 5, 4, 3, 2, ഒരു മടക്ക്, ഫുൾ പേപ്പർ. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഡബിൾ പ്ലൈ ഉള്ള ടിഷ്യൂ പേപ്പർ എടുത്താൽ മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് 9 മടക്ക് മടക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.